മെക്കാനിക്കിനെ വേണം. എന്തിനാ? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി വഴി കിടക്കേ. ബ്രേക്ക് ഡൗൺ ആയതോ അതോ ആക്കിയതോ? മനസ്സിലായില്ല. എന്റെ മോളെ, എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. നിന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റിയ മെക്കാനിക്ക് ഇവിടെ ഇല്ല. അഥവാ ഞാൻ പറഞ്ഞയച്ചാൽ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുവരേണ്ട വരും. പിന്നെ നിങ്ങൾ എന്തിനാ വർക്ക്ഷോപ്പ് വെച്ചിരിക്കുന്നത്? മാന്യന്മാരായ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. കാറ് കുത്തി തുറക്കുന്ന നിന്നെ പോലുള്ളവർക്കല്ല. സംസാരിച്ച് സമയം കളയാതെ സ്ഥലം കാലിയാ. ഇല്ലെങ്കിലോ? പോലീസിനെ വിളിക്കും. അടിച്ച് നിന്റെ പല്ല് തട്ടിക്കളയും. ആര്, നീയോ? നന്നായി ചേട്ടാ. അവൾ ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. എക്സലന്റ്. ചൂണ്ടിയ വിരലിനിട്ട് അടിക്കുന്ന സൈസാണ് ഈ ജാതി. സുരേഷിന്റെ മുമ്പിൽ ഗുണു. അമ്മാവൻ ഇതിനു മുമ്പ് ഇവിടെ അറിയുമോ? അറിയും. ടൗണിലെ എല്ലാ റൗഡികളും ഇവളെ കണ്ട വിറയ്ക്കും. എവിടെ നിങ്ങളുടെ താമസം? ഗംഗേമ്മൻ കോളനിക്ക് അടുത്ത് ഏതോ ചേരിയിലാണെന്ന് തോന്നുന്നു. പേര്? മദ്രാസ് ഗേൾ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ അതിനെ കണ്ടാൽ ഒരു പെണ്ണിന്റെ ചൊവയില്ല. നീ പോയി ജോലി നോക്ക്. മദ്രാസ് ഗേൾ എവിടെ താമസം? എന്തിനാ? ആവശ്യമുണ്ട്. അതെന്തിനാന്നാ ചോദിച്ചത്? അത് അവരോട് പറഞ്ഞോളാം. എന്നാ താമസ സ്ഥലം പറഞ്ഞു തരാൻ സൗകര്യമില്ല. என்ன சார் விளையாடுறீங்களா? வந்த விஷயம் சொன்னாதான் இங்கிருந்து திரும்பி போக முடியும். ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ആരെന്ന് ആദ്യം പറ. പേരെന്താ? സുരേഷ്. അക്കാടെ ആരാ നിങ്ങൾ? ചേട്ടൻ. ശരി. അക്ക, എന്താ? ഒരാളെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയട്ടെ? மொட்டை, இந்த பைக் எல்லாம் யாரும் தொடாம பாத்துக்கோ. ஜாகிரதை. Follow me. നോക്കിക്കോ. എനിക്കൊരു അനുജത്തി ഉണ്ടായിരുന്നു. അവളെ ഞാൻ അടിക്കുമെന്ന് പേടിപ്പെടുത്തുകയല്ലാതെ ഒരിക്കലും ഞാൻ അടിച്ചിട്ടില്ല. നിന്നെ ഞാൻ അടിച്ചു. ക്ഷമിക്കണം. ഇരിക്കൂ. നീ വർഷപ്പിൽ നിന്ന് പോന്നപ്പോൾ ഞാൻ ഓർത്തത് മരിച്ചുപോയ എന്റെ അനിയത്തിയാണ്. അതാണ് ഞാൻ തേടി വന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരുമെന്ന് ഓർത്തുപോയി. നിനക്കാരുമില്ലേ? ഉണ്ട്. ആരൊക്കെ? ഞാൻ മാത്രം. എന്നെ രക്ഷിക്കാനും സൂക്ഷിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെല്ലാം ആയിപ്പോയി.
എന്നെ ആരെങ്കിലും അടിക്കാൻ കയ്യോങ്ങുന്നതിന് മുൻപ് ഞാൻ അടിച്ചിരിക്കും. പക്ഷെ ഇന്ന് നിനക്ക് വേദനിച്ചോ? മനസ്സിൽ. അച്ഛനും അമ്മയും? അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. ഓർമ്മകളിലെല്ലാം അച്ഛനേ ഉള്ളൂ. ആരാ? ഹലോ, ഐ ആം രാജശേഖരൻ. എന്തു വേണം? നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. എന്താവശ്യം? ഒരു ലോക്കർ ഓപ്പൺ ചെയ്യണം. ഏത് ലോക്കർ? ബാങ്ക് ലോക്കർ. കീ എങ്ങനെ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടതല്ല, കീ ഞങ്ങളുടെ കയ്യിലില്ല. അത് മാനേജ്മെന്റ് കയ്യിലാണ്. ഓഹോ, അപ്പോ മാനേജ്മെന്റ് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടട്ടെ, ഞാൻ വന്ന് തുറന്നുതരാം. ഇല്ല, നിങ്ങളിപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരും. തോക്ക് ചൂണ്ടി എന്നെ ഭയപ്പെടുത്തി കളയാമെന്ന് കരുതിയല്ലേ? പട്ടാളത്തിൽ വെച്ച് ആയിരക്കണക്കിന് മിഷൻ ഗണ്ണിന്റെ മുമ്പിൽ പതറാതെ നിന്നവനാണ് ഞാൻ. ആ ധൈര്യമുണ്ടെങ്കിൽ എന്നെ അനുസരിപ്പി കാണട്ടെ. ചേച്ചേ, ഇങ്ങനെയല്ലടാ തോക്ക് പിടിക്കേണ്ടത്. ഈ നിങ്ങൾ വരുന്നോ അതോ ഇല്ലയോ? സമയം കളയാതെ പോണം മിസ്റ്റർ. കുട്ടി വിടറാ. വിടാ, ഞങ്ങളുടെ കൂടെ വന്ന് പറഞ്ഞ ജോലി ചെയ്തതിന് ശേഷം. ശരി, ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരാം. വെയിറ്റ്, കുഴപ്പമുണ്ടാക്കരുത്. കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലാണ്, ഓർമ്മ വേണം. പോകാം. Hey, don't be smart. Come on, let us go.
എന്റെ മകളുടെ ജീവനെ ഓർക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ തെറ്റ് ചെയ്തു. ഇനി ഞങ്ങളെ വിട്ടയച്ചുകൂടെ? വിട്ടേക്കാം. വഴിയിൽ വിടുന്നത് ശരിയല്ലല്ലോ. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. Come on. എന്റെ കുഞ്ഞാരുമില്ല. അവളെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടൂ പ്ലീസ്. നീ രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. ഇനി നിന്റെ മകൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. Let us move. Come on. ഞാൻ തേടുകയാണ് എന്റെ അച്ഛനെ കൊന്നവനെ. അവനെ ഞാൻ കണ്ടെത്തും. അന്ന് one second. ഇതാണ് എന്റെ അച്ഛൻ, ഇത് വല്യച്ഛൻ. എന്റെ മരിച്ചുപോയ അനുജത്തിയെ ഇന്നെനിക്ക് തിരിച്ചു കിട്ടി. നിന്റെ വല്യച്ഛന്റെ മകനാണ് ഞാൻ. ഇനി എന്റെ അനുജത്തിയെ കാത്തു സൂക്ഷിക്കാൻ ഈ ചേട്ടനുണ്ട്. ചേട്ടാ, ചേട്ടാ, ഇനി ഞാനൊരു അനാഥയല്ല. ചേട്ടാ, നിനക്ക് അമ്മയെ കണ്ടു. വരൂ. അമ്മേ, അമ്മേ. അമ്മയ്ക്ക് ഇവളെ അറിയാമോ? ഇല്ല. ആ, അച്ഛന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ. എന്തിനാ? എടുത്തോണ്ട് വരുന്നേ.
അമ്മയ്ക്കോട് മനസ്സിലായോ? ഇല്ല. ആരാ മോനെ? എന്റെ സ്വപ്നയ്ക്ക് പകരം എനിക്ക് കിട്ടിയ അനുജത്തി. അമ്മേ, ഇത് ചെറിയച്ഛന്റെ മകളാ സരിത. ഉവ്വോ. മോളെ മോളെ മോനെ, നിങ്ങൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടുമുട്ടി? അതൊക്കെ പിന്നെ പറയാമേ. മോളെ, നിന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. കാണാൻ മാത്രമോ? ഇനി ഞാൻ അമ്മയെ വിട്ട് പോവില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, നമുക്കിനി മദ്രാസിലെ ജീവിതം വേണ്ട. മോളെയും കൂട്ടി നമുക്ക് നാട്ടിലേക്ക് പോകാം. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല അമ്മേ. എന്താ? എനിക്കും ചേട്ടനും കൂടി ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഹലോ മദ്രാസ് ഗേൾ. ഹലോ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അതാണ് മദ്രാസ് ഗേൾ. Come on, follow me. Come on. എന്റെ ലോക്കറും തുറന്നു തരണം. ഓക്കെ. കീ എവിടെ? കീ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യമില്ലല്ലോ. Come on, തുറന്നു. എനിക്കറിയില്ല. സുന്ദരിയായ ഒരു പെൺകുട്ടി കളവ് പറയാൻ ഞാൻ കരുതി. പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ, ഷോ മീ. Seven, 1, 5, 9, 3, 6. വണ്ടർഫുൾ. ഏത് ലോക്കറിൽ തുറക്കാനും നിനക്ക് കഴിയും. ഇതുപോലുള്ള 3 ലോക്കറുകൾ കൂടിയുണ്ട്. എവിടെ? ഇവിടെ അല്ല, സിറ്റി ബാങ്കിൽ. ബാങ്ക് മോഷണം എന്റെ തൊഴിലല്ല. ഐ എം സോറി. കാറ് മോഷണത്തെക്കാൾ നല്ലതുമില്ല. അതെന്റെ ഇഷ്ടം. ഗേൾ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ നീ ഇവിടുത്തെ ജീവനോട് പോവില്ല. മിസ്റ്റർ, എനിക്കെന്റെ ജീവനിൽ വലിയ കൊതിയൊന്നുമില്ല. റിയലി? കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ മദ്രാസ് ഗേൾ. ലാൽ, യെസ് ഡാഡ്. ആളറിഞ്ഞ് പെരുമാറണം എന്നുള്ള കാര്യം ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരണം, അല്ലേ?
സോറി ഡാഡ്. ആ പറഞ്ഞത് അവളോട് പറയൂ. സോറി. മദ്രാസ് ഗേൾ. യെസ്, ലാൽ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്തു പറയുന്നു? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് ലോക്കറുകൾ ഓപ്പൺ ചെയ്തു തന്നാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിയുവാനുള്ള പണം ഞാൻ തരാം. എന്തു പറയുന്നു? എനിക്ക് അത്രയും പണം ഒന്നിച്ചാവശ്യമില്ല. ലോക്ക്, നീ ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വലയിൽ വീണാൽ ലോക്കപ്പ്, ജയിൽ. കാർ മോഷണം നിർത്തൂ. ഒരൊറ്റ രാത്രി കൊണ്ട് 50 ലക്ഷം രൂപ പ്രതിഫലം. എന്തു പറയുന്നു? ഞാൻ ആലോചിച്ച് പറയാം. ടേക്ക് യുവർ ഓൺ ടൈം. സമ്മതമാണെങ്കിൽ വിവരം ലാലിനെ അറിയിക്കൂ. ഓക്കെ. സംസാരിക്കുന്ന ആളെ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇനിയും ഇവിടെ വരികയാണെങ്കിൽ നേരിൽ കാണാം. യു ക്യാൻ ഗോ നൗ. ഉം. അത് അയാൾ തന്നെ ചേട്ടാ, എനിക്കൊരു സംശയമില്ല. എത്ര വർഷം കഴിഞ്ഞാലും അയാളുടെ രൂപം എന്റെ മനസ്സിൽ നിന്നും മായില്ല. അവനെ ഞാൻ ചേട്ടനോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഏതായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട, പിന്നെ ഞാനും വരാം. ചേട്ടാ, മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. നീ കാണേണ്ടവനെ കണ്ടെത്തി, പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല. ഇവനെ കണ്ടെത്തുന്നവരെ ഞാൻ മരിക്കില്ല. ചേട്ടാ, ഇവനെ ഞാൻ അറിയും. ലാൽ, ഇവന്റെ അച്ഛനാണ് ഞാൻ തേടിയിരുന്ന ആൾ. എവിടെയാണവൻ? എനിക്കറിയാം. വരൂ. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അപ്പോൾ നീ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ റെഡിയാണല്ലോ? അതെ. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്തു തരണം. ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ്. അറിയാം, പക്ഷേ ആ പതിവ് തെറ്റിക്കൊടുന്നില്ലല്ലോ, പ്രത്യേകിച്ചും പുതിയ ചേട്ടനെ കിട്ടിയ സമയത്ത്. മനസ്സിലായില്ല. മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരാം. വിഷമിക്കണ്ട, നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്തു തന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ അമ്മയെ തിരിച്ചു തരും. ഇല്ലെങ്കിൽ തിരിച്ചു തരാം, പക്ഷേ ജീവൻ ഉണ്ടാകില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ പ്ലാൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നൗ യു ക്യാൻ ഗോ. രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അവരുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് കൊള്ള ചെയ്യുക. ബാങ്ക് കൊള്ളി അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഒരൊറ്റ മാർഗമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക. ഇക്കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പിന്നെ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ രക്ഷിക്കും? അതിനോട് നിയമമുണ്ട്. എനിക്ക് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതാണ് നിയമം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വില കൊടുക്കും. എടോ, താനൊരു ഹിമാലയൻ ഫൂളാണല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ബുദ്ധിയും വിവരില്ലെന്ന് പറഞ്ഞ വെരി ബാഡ്. ഞാൻ എന്ത് ചെയ്യണം? എടോ, കയ്യിൽ കിട്ടിയ കനകാവസരം കളഞ്ഞു കുളിക്കാതെ സുരേഷിന്റെയും സരിതയുടെയും കൂടെ നിന്നാൽ സിറ്റിയിലെ കുപ്രസിദ്ധരായ കൊള്ളക്കാരെ നിനക്ക് വലയിലാക്കാം. അവര് ബാങ്ക് കൊള്ളയടിക്കാനല്ലേ പോകുന്നത്. ബാങ്ക് കൊള്ളയടിക്കാതെ നോക്കേണ്ടത് നിന്റെ ചുമതല, മറ്റൊരു പിടിക്കേണ്ടതും നിന്റെ ചുമതല. ഇത് രണ്ടും ചെയ്യാതെ താൻ എങ്ങനെയോ ആയിച്ചാവുന്നത്? എടോ മരങ്ങോടാ, ഒരു പോലീസുകാരന്റെ ബുദ്ധി ഉപയോഗിക്കുക. Go and take action. അപ്പോൾ
പിള്ളച്ചേട്ടനിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായവും കിട്ടില്ല അല്ലേ? ഇല്ല, നമുക്ക് നമ്മുടെ വഴി നോക്കാം. എങ്കിൽ ബാങ്ക് കൊള്ള ചെയ്യാൻ തീരുമാനിച്ച സമയത്തിന് മുൻപേ അവരെ കയറി ആക്രമിക്കണം. ഞാൻ ലാൽ ഉള്ളിടത്തേക്ക് പോകാം. അവന്റെ അച്ഛനെ നീ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട്. കമോൺ. How are you, Mr. Johnson? എന്നെ അറിയൂ? അറിയാം. മദ്രാസ് ഗേൾ. മെഡ്രാസ് ഗേൾ ആകുന്നതിന് മുൻപേ നീ എന്നെ അറിയും. ഓർത്തു നോക്ക്. എനിക്ക് വേണ്ടി ചെയ്തല്ല, എന്റെ മുതലാളി പറഞ്ഞോട്ട് ചെയ്തതാണ്. നിന്റെ മുതലാളി പറഞ്ഞാൽ നീയൊക്കെ എന്തും ചെയ്യും അല്ലടാ? എന്നാൽ എന്റെ മുതലാളി എന്താ പറയുന്നറിയാമോ? നിന്നൊന്നും ഇനി ജീവനോടെ വെച്ചിരിക്കരുതെന്ന്. എന്റെ മുതലാളി ആരാണെന്ന് അറിയണ്ടേ നിനക്ക്? നീയൊക്കെ കൂടി കൊന്ന് എന്റെ അച്ഛൻ. അയ്യോ, മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം. ഓക്കെ, മാപ്പ് തരാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എവിടെയാടാ നിന്റെ മുതലാളി ഇപ്പോഴുള്ളത്? അവന്റെ ശബ്ദം മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഒന്ന് നേരിൽ കാണണം. പറയടാ. പറയാ റെഡ് ഹിൽസ് ബംഗ്ലാവിൽ. Yes? What the hell they are doing, bastard?
മദ്രാസ് കേളോ? മനോഹർ, നിങ്ങൾ പൊയ്ക്കോളൂ. ചേച്ചി പിന്നെ വരാം. പോണം.
അച്ഛൻ പിടഞ്ഞു മരിക്കുമ്പോൾ ആ ഭാരം താങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എന്റെ തോളുകൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. ഇന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ശക്തിയെയും ഞാൻ അനുവദിക്കില്ലടാ. എന്റെ സർവ്വസമ്പാദ്യങ്ങളും ഞാൻ നിനക്ക് തരാം. എന്നെ കൊല്ലരുത്, എന്നെ വെറുതെ വിടൂ. പ്ലീസ് ഡോണ്ട് കിൽ മീ, ഡോണ്ട് കിൽ മീ. Come on, kill her. ആരും ഇവനെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. ഇവൻ എന്റെ അച്ഛനെ കൊല്ലുന്നവനാണ്. കൊന്നവനെ ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. Don't move. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ വെടിയുടെ ലക്ഷ്യം നിങ്ങളുടെ നെഞ്ചായിരിക്കും.